നമസ്കാരം. ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് സർക്കാർ രൂപീകരിക്കാനൊരുങ്ങുന്ന മോദി ഞായറാഴ്ച സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങുകയാണ്. ജീവിതത്തിൽ ആദ്യമായി ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുമായി ഭരിക്കാനൊരുങ്ങുന്ന മോദിക്ക് മൂന്നാം വട്ടം എത്ര എളുപ്പമാകും? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് വി പി സജീന്ദ്രൻ, BJP വക്താവ് പി കൃഷ്ണദാസ്, മാധ്യമപ്രവർത്തകൻ എം പ്രശാന്ത് എന്നിവർ. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, ഈ മോദിയുടെ ഇതുവരെയുള്ള പൊളിറ്റിക്കൽ കരിയറിൽ ഒരിക്കലും അദ്ദേഹം നേരിടാത്ത ഒരു വെല്ലുവിളിയാണ് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത്. മോദിയുടെ ഒരു പൊളിറ്റിക്കൽ പേഴ്സണയിൽ അത് എത്രമാത്രം വിജയകരമാകും, സാധ്യമാകും? അല്ല, ഇന്നിപ്പോൾ NDAയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ഇവിടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ചേർന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കാണാത്ത ഒരു മോഡിയെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം ആ സെൻട്രൽ ഹാളിലേക്ക് കടന്നു വന്ന ഘട്ടത്തിൽ തന്നെ അവിടെ വെച്ചിട്ടുള്ള ഭരണഘടനയെ താണു വണങ്ങുന്നു. തുടർന്ന് ഘടകകക്ഷി നേതാക്കളെല്ലാം കൈകൂപ്പി കുശലം പറയുന്നു. പിന്നീട് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം മോഡിയെന്നോ അല്ലെങ്കിൽ BJP എന്ന് പോലും വളരെ ചുരുക്കം ഘട്ടങ്ങളിലാണ് പറഞ്ഞത്. അദ്ദേഹം NDA സർക്കാർ അല്ലെങ്കിൽ NDA മുന്നണി, ആ മുന്നണിയുടെ കൂട്ടായ്മ, ആ മുന്നണിയുടെ ശക്തി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് വളരെ വാചാലനായത്. അതായത് കഴിഞ്ഞ 10 വർഷമായി ഈ NDA മുന്നണി സംവിധാനം എന്നതിനെ അല്പം പോലും ഗൗരവത്തിൽ കാണാതിരുന്ന ഒരു പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ആ മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയില്ലാതെ തനിക്ക് അധികാരം കിട്ടില്ല അല്ലെങ്കിൽ ഭരണത്തിൽ തുടരാനാവില്ല എന്ന ഒരു ബോധ്യം വന്നതോടെ വളരെ വേഗത്തിലൊരു മുന്നണി ഭക്തനായി മാറുകയാണ്, ഒരു മുന്നണി ഭരണത്തിൻ്റെ വക്താവായി മാറുകയാണ്. അപ്പോൾ അതാണ് രാജ്യത്തിന് ഗുണകരമാവുക എന്ന തരത്തിലൊക്കെയാണ് ഇന്ന് മോഡി നടത്തിയ പ്രസംഗം. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ വളരെ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇലക്ഷൻ്റെ പ്രചാരണ ഘട്ടത്തിൽ 400 സീറ്റിനപ്പുറം നേടി ഞാൻ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ മോഡിക്ക് ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം പറഞ്ഞത്. അല്ലെങ്കിൽ BJPയുടെ ഗ്യാരണ്ടി എന്നോ NDAയുടെ ഗ്യാരണ്ടി എന്നോ എവിടെയും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. മോഡിക്ക് ഗ്യാരണ്ടി. BJPയുടെ മാനിഫെസ്റ്റോ പോലും നമ്മൾ ഓർക്കണം, ആ മാനിഫെസ്റ്റോയുടെ പേര് പോലും മോഡിക്ക് ഗ്യാരണ്ടി എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ മോഡി എന്ന ആ ഒരു വ്യക്തിത്വത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല, തിരിച്ചടി സംഭവിച്ചു. അങ്ങനെ തിരിച്ചടി സംഭവിച്ച ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ മോഡി വളരെ ശത്രുതാപരമായി ഏതാണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച 2 രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിർണായക പിന്തുണ തേടേണ്ട സ്ഥിതി വന്നു. നമുക്കറിയാം, TDPയും JDUവും ഈ 2 പാർട്ടികളെയും ഇല്ലാതാക്കാൻ മോഡിയും അമിത്ഷായും കിടഞ്ഞ് ശ്രമിച്ചതാണ്. കാരണം ബീഹാറിൽ JDU ദുർബലപ്പെട്ടാൽ അതിൻ്റെ നേട്ടം BJPക്ക് ലഭിക്കും. ആന്ധ്രാപ്രദേശിൽ TDP ദുർബലപ്പെട്ടാൽ അവിടെ ഒരു മൂന്നാം ശക്തിയായി കയറി വരാം എന്ന പ്രതീക്ഷയും BJPക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 2 രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ തീവ്രമായി ശ്രമിച്ച മോഡി അമിത്ഷാ കൂട്ടുകെട്ടിന് ഈ ഒരു നിർണായക ഘട്ടത്തിൽ ആ 2 നേതാക്കളുടെ ഒരു പിന്തുണ തേടേണ്ടതായ ദയനീയ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് മോഡിയുടെ നേതൃത്വത്തിന് എതിരായിട്ടുള്ള ഒരു ജനവിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് ഒരു അല്പമെങ്കിലും മാന്യതയുള്ള ഒരു നേതാവാണ് എങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാതെ മാറി നിൽക്കുകയും മറ്റേതെങ്കിലും BJP നേതാവിനെ ആ ചുമതല ഏൽപ്പിക്കുകയുമാണ് ചെയ്യേണ്ടിരുന്നത്. എന്നാൽ അധികാരത്തിൽ തുടരാനുള്ള ആ ഒരു അമിത ആസക്തി അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് തന്നെ എത്ര നാണം കെട്ടായാലും ഞാൻ ഈ കസരയിൽ തുടരും എന്നൊരു നിലപാടിലാണ് മോഡി നിലവിലുള്ളത്. എന്നാൽ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു താൻപോരിമ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പുറത്തു വരാം. ഈ മുന്നണി ഭരണകാലങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും അത് പുറത്തു ചാടാം. അങ്ങനെ വരുമ്പോൾ ഏത് നിലയിലായിരിക്കും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ അതിനെ നോക്കിക്കാണുക എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. പല വിഷയങ്ങളിലും അടിസ്ഥാനപരമായ ഭിന്നത ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നിതീഷ് കുമാറാണ് ജാതി സെൻസസ് എന്ന ഒരു കൺസെപ്റ്റ് ഈ ഇലക്ഷന് മുന്നോടിയായി മുന്നോട്ട് വെച്ചത്. ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും ജാതി സെൻസസ് ഈ രാജ്യത്ത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട വ്യക്തിയാണ് ബീഹാർ മുഖ്യമന്ത്രി കൂടിയ നിതീഷ് കുമാർ. അദ്ദേഹം ബീഹാറിൽ ആ ജാതി സെൻസസ് അദ്ദേഹം നടത്തുകയും ചെയ്തതാണ്. അപ്പോൾ ഈ ജാതി സെൻസസിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു തുടക്കം മുതൽ മോഡിയും BJPയും സ്വീകരിച്ചത്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടാവും പുതിയ NDA സർക്കാർ സ്വീകരിക്കുക എന്നത് വളരെ നിർണായകമാണ്. മറ്റൊന്ന് അഗ്നിപഥ് പദ്ധതിയാണ്. അഗ്നിപഥ് പദ്ധതി എന്ന് പറയുന്നതൊരു സൈന്യത്തിലെ വലിയൊരു വിപ്ലവകരമായ മാറ്റം എന്ന നിലയിലാണ്, അല്ലെങ്കിൽ പരിഷ്കാരം എന്ന നിലയിലാണ് മോഡി സർക്കാർ കൊണ്ടുവന്നത്. നമുക്ക് സൈന്യത്തെ അടിമുടി മാറ്റണമെങ്കിൽ അതിനെ ആധുനിക സങ്കേതങ്ങളുമായി ചേർക്കണമെങ്കിൽ കൂടുതൽ യുവാക്കളെ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയൊരു പദ്ധതിയാണ് ഏറ്റവും നല്ലത്. അതാണ് സൈന്യത്തിന് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അഗ്നിപഥ് പദ്ധതി കൊണ്ടുവന്നത്. ഈ പദ്ധതിയെ തുടക്കം മുതൽ എതിർത്ത ആളുകളാണ് നിതീഷ് കുമാറിനെ പോലുള്ള നേതാക്കൾ. ഈ അഗ്നിപഥ് പദ്ധതി വലിയ തോതിൽ ഈ ഇലക്ഷൻ കാലയളവിൽ ഒരു പ്രചാരണ വിഷയമാവുകയും ചെയ്തു.
UP പോലുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPക്ക് തിരിച്ചടി നേരിട്ടതിൽ ഈ അഗ്നിപഥ് പദ്ധതി അടക്കമുള്ള വിഷയങ്ങൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്നിപഥ് പദ്ധതിയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? അഗ്നിപഥ് പദ്ധതിയിൽ മാറ്റം വരുത്തണമെന്ന അഭിപ്രായം നിതീഷ് കുമാർ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പഴയ ആ ഒരു സൈനിക റിക്രൂട്ട്മെന്റ് രീതിയിലേക്ക് മാറിപ്പോകണം എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ കാര്യത്തിൽ പിന്നോക്കം പോകുമോ? അതായത് ഞങ്ങൾ ഏറ്റവും മികച്ച ഒരു പരിഷ്കാരം സൈന്യത്തിൽ നടപ്പാക്കി എന്ന് അവകാശപ്പെടുന്ന മോഡി സർക്കാർ ആ അവകാശവാദം അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് ആ പദ്ധതിയെ പിൻവലിക്കാൻ തയ്യാറാകുമോ എന്ന വലിയ ചോദ്യം നിൽക്കുന്നു. ഇങ്ങനെ അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മുന്നണിക്കുള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പ് NDAയുടെ ഈ നിലയിൽ BJPക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ഒരു NDA സർക്കാർ എന്ന് പറയുന്നത് 99-2004 കാലയളവിലെ വാജ്പേയി സർക്കാരായിരുന്നു. വാജ്പേയി സർക്കാർ എന്ന് പറയാൻ നമുക്കറിയാം, അദ്ദേഹം ആ ഒരു പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം ഒരു BJP നേതാവിൽ നിന്ന് വ്യത്യസ്തനായി ഏറെക്കുറെ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ ഉണർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇത് കഴിഞ്ഞ 10 വർഷം മോദി ഏത് വിധത്തിലാണോ രാജ്യം ഭരിച്ചത് അതിൽ നിന്നും തീർത്തും വിഭിന്നമായ നിലയിലായിരുന്നു വാജ്പേയിയുടെ ഭരണകാലയളവ് എന്ന് പറയാതിരിക്കാനാവില്ല. BJPയുടെ രാഷ്ട്രീയ അജണ്ടകളൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുമെങ്കിൽ കൂടിയും അതൊരു പരിധിവരെ ആ മുന്നണി ഭരണകാലയളവായതുകൊണ്ട് അതിലേക്ക് കടക്കാൻ വാജ്പേയിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെല്ലാം ഒരു പരിധിവരെ കൂട്ടുചേർത്ത് പിടിച്ചുകൊണ്ട് BJPക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ആ സർക്കാരിനെ കാലാവധി പൂർത്തീകരിക്കുന്നതിൽ എത്തിക്കാൻ വാജ്പേയിക്ക് സാധിച്ചിരുന്നു. ആ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എത്രമാത്രം മോഡിയിൽ നിന്ന് പ്രതീക്ഷിക്കാനാകും എന്ന വലിയ ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. കാരണം നമുക്ക് ഈ പ്രചാരണ കാലയളവിലെ മോഡിയെ നമുക്ക് മറക്കാനായിട്ടില്ല. എത്രമാത്രം നികൃഷ്ടമായ അദ്ദേഹം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ചതെന്ന് നമുക്ക് മറക്കാനാവില്ല. ന്യൂനപക്ഷങ്ങളെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ എന്ന നിലയിലാണ് അദ്ദേഹം ഒരു പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തിയാണ് എന്നതുപോലും മറന്നുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ അപ്പാടെ കടന്നാക്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ശൈലി അവലംബിച്ച വ്യക്തിയാണ് മോഡി എന്നത് നമുക്ക് മറക്കാനാവില്ല. അപ്പോൾ വോട്ടിന് വേണ്ടി, സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഇലക്ഷൻ ജയങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും തരം താഴാൻ ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് മോഡി എന്ന് മുമ്പ് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് എത്രമാത്രം മറ്റ് മതനിരപേക്ഷ പാർട്ടികളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനാകും എന്ന വലിയ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് നമുക്കറിയാം, വരും ദിവസങ്ങളിൽ അതിനുള്ളിൽ പല ഭിന്നതകളും മറ്റും ഉടലെടുക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ ഏതുവിധം മോഡി കൈകാര്യം ചെയ്യുമെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നിലവിൽ സഖ്യകക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന മട്ടിലാണ് ഇന്നിപ്പോൾ അദ്ദേഹം പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നടത്തിയ പ്രസംഗത്തിലടക്കം ആ ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. NDA എന്ന വാക്കാണ് അദ്ദേഹം കൂടുതലായും ഉപയോഗിച്ചത്. നമുക്കറിയാം, BJPയുടെ പ്രകടന പത്രികയിൽ NDA എന്ന വാക്കോ അല്ലെങ്കിൽ BJP എന്ന വാക്കോ പോലും ഇല്ലായിരുന്നു. അവിടെ മോഡിയായിരുന്നു, അല്ലെങ്കിൽ മോഡിക്ക് ഗ്യാരണ്ടി ആയിരുന്നു. 67 വട്ടമോ മറ്റോ ആണ് മോഡിയുടെ പേര് ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നടത്തിയ ദീർഘമായ പ്രഭാഷണത്തിൽ മോഡിയുടെ ഗ്യാരണ്ടിയെന്നോ അല്ലെങ്കിൽ മോഡിയുടെ നേട്ടമെന്നോ അല്ലെങ്കിൽ മോഡി ലക്ഷ്യം വെക്കുന്ന പദ്ധതികളെന്നോ ആ തരത്തിലുള്ള ഒരു പരാമർശവും പ്രസ്താവനയും മോഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. NDA മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്ക്, ആ മുന്നണിയുടെ കരുത്ത്, യോജിപ്പ്, ഇതേക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം വാചാലനായത്. നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഒക്കെ വളരെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അല്പം പിന്നോക്കം പോയാൽ അവരെ വളരെ ശത്രുക്കളായി കണ്ടിരുന്ന ഒരു നേതാവ് ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അവരെ പ്രശംസിക്കുന്ന ഒരു നില നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നമുക്ക് കാണാനായത് മോഡിയെയും അമിത്ഷായെയും മാത്രമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതെന്ന്, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് ഫലം വന്നതെന്ന് BJPയുടെ കേന്ദ്ര ഓഫീസിലേക്ക് മോഡിയും അമിത്ഷായും എത്തി അണികളെ അഭിവാദ്യം ചെയ്യുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ടി ഓഫീസിൻ്റെ മുകൾ നിലയിൽ താഴെ കാത്തു നിൽക്കുന്ന അണികളുടെ അടുക്കിലേക്ക് കൈവീശി മോഡിയും അമിത്ഷായും നീങ്ങുമ്പോൾ ഒപ്പം നടന്നു നീങ്ങിയ BJP പ്രസിഡന്റ് JP നഡ്ഡയെ അമിത്ഷാ ഇങ്ങനെ പിന്നോക്കം തട്ടിമാറ്റുന്ന ഒരു ദൃശ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതായത് പാർട്ടി പ്രസിഡന്റ് പോലും അവിടെ വേണ്ട, അവിടെ ഞങ്ങൾ 2 ആൾ മതി എന്നതായിരുന്നു അന്ന് മോഡിയും അമിത്ഷായും എടുത്തൊരു നിലപാട്. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. അമിത്ഷാ അല്പം അകലെ മാറിയിരിക്കുകയാണ്. മോഡിയുടെ ഏറ്റവും അടുത്തായിരിക്കുന്നത് പ്രതിരോധ മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് ആണ്. ഇന്നിപ്പോൾ മോഡിയെ NDA പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചതും രാജ്നാഥ് സിംഗ് ആണ്. അങ്ങനെ രാജ്നാഥ് സിംഗിനെ പോലുള്ള നേതാക്കളെ, ഗഡ്കരിയെ പോലുള്ള നേതാക്കളെ കൂടി കൂടെ നിർത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ വരുന്നു. അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാനാവില്ല എന്നത് മോഡി അംഗീകരിക്കുകയാണ്. മോഡിയും ഷാ കൂട്ടുകെട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, RSസുമായി ഒരു അല്പം അകൽച്ചയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കാലയളവിൽ എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. അതായത് പാർട്ടി പ്രസിഡന്റ് JP നഡ്ഡയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം പോലും ഉണ്ടായി, RSSനെ ഇനിയിപ്പോൾ BJPക്ക് ആവശ്യമില്ല, RSന്റെ സഹായമില്ലാതെ തന്നെ BJPക്ക് തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനാവും എന്ന് നഡ്ഡ പറയുന്ന ഒരു സ്ഥിതി
പോലും ഉണ്ടായി. തെരഞ്ഞെടുപ്പിന് മുമ്പായി RSS നേതൃത്വവുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്കൊന്നും മോഡിയോ അമിത്ഷായോ ഒന്നും തയ്യാറായതുമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇപ്പോൾ ആ നിലപാടിലും മാറ്റം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം RSS നേതാക്കളുമായി ആശയവിനിമയത്തിന് അമിത്ഷാ അടക്കമുള്ള BJP നേതാക്കൾ തയ്യാറായി. നിർണായകമായ മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള വിഷയങ്ങളിലാണ് ഇങ്ങനെ RSSന്റെ കൂടി അഭിപ്രായം കേൾക്കാൻ അവർ നിർബന്ധിതരായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും RSSന്റെ ഒരു കടിഞ്ഞാൻ കൂടി മോഡി അമിത്ഷാ കൂട്ടുകെട്ടിന് മേലെ വീഴുകയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം കണ്ട ആ ഒരു ഭരണം ആയിരിക്കില്ല എന്തുകൊണ്ടും ഇനിയും വരാനിരിക്കുന്ന മോഡിയുടെ മുന്നണി ഭരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എത്രമാത്രം അദ്ദേഹത്തിന് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നത് സഖ്യകക്ഷികളെ ഏതുവിധം അദ്ദേഹം കൂടെ ചേർത്ത് നിർത്തും, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കും തുടങ്ങിയ നിർണായകമായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ശരി, ഈ VP സജീന്ദ്രൻ, ഈ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം BJP ആസ്ഥാനത്തെത്തുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതിന് തൊട്ട് പിറകിൽ വെച്ചിട്ടുള്ള ഫ്ലെക്സിൽ ഒരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉറുദുവിൽ ശുക്രിയ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഉറുദു ഭാഷ BJPയുടെ കേന്ദ്ര ആസ്ഥാനത്ത് ഉപയോഗിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അത്ഭുതമാണ്. എത്രമാത്രം അത്ഭുതമാണെന്ന് അങ്ങേക്ക് കഴിഞ്ഞൊരു 10 വർഷത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകും. അതായത് കുറെ കൂടി ഇൻക്ലൂസീവായി, അതായത് തെരഞ്ഞെടുപ്പ് ഫലം മാൻഡേറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ മാറാൻ BJP തീരുമാനിക്കുന്നു, മോദി തീരുമാനിക്കുന്നു. ഇന്ന് തന്നെ നോക്കൂ, എത്രമാത്രം വിനയാന്വിതനായ ഒരു പ്രധാനമന്ത്രി ആണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അദ്ദേഹം LK അഡ്വാനിയെ കാണാൻ പോകുന്നു. മുമ്പ് LK അഡ്വാനി 2014-ലും 2019-ലും മോദിയുടെ മുമ്പിൽ കൈകൂപ്പിയുന്നെങ്കിൽ ഇന്ന് അദ്വാനി കസേരയിലിരിക്കുന്നു, മോദി കൈകൂപ്പുന്നു. നിതിൻ ഗഡ്കരി മോദി എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ നിതിൻ ഗഡ്കരി കാൽമേൽ കാൽ വെച്ച് നിൽക്കുന്നു. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഏത് സാഹചര്യത്തിലും അഡാപ്റ്റബിൾ ആണ് മോദി. കൂട്ടുകക്ഷിയെങ്കിൽ കൂട്ടുകക്ഷി, അങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആത്മവിശ്വാസമല്ലേ അത്? ഇവിടെ മാധ്യമപ്രവർത്തകനായ ശ്രീ A. പ്രശാന്ത് വളരെ നന്നായി ഏകദേശം ഇന്ത്യൻ പൊളിറ്റിക്സ് പഠിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോന്നും കൃത്യമായി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മോദിയുടെ ഭാവവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഇന്ന് കണ്ടതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും അതിനു മുമ്പ് നമ്മൾ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരുന്നവരാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായൊരു പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ വീണ്ടും പോകുന്ന മോഡിയെ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങ് അവസാനം പറഞ്ഞു നിർത്തിയ LK അദ്വാനി എന്ന് പറയുന്നയാൾ ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ആളാണ്. അതിൽ 2 പേരിൽ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. ഇവർ 2 പേരുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഈ 2 അക്കമുണ്ടായിരുന്ന BJPയെ ഇന്ന് ഭരണകക്ഷിയാക്കി മാറ്റാനും ആ 2 അക്കം ഉണ്ടാക്കുവാനും ഇന്ത്യ രാജ്യത്ത് ഓടി നടന്ന് BJPക്ക് വേണ്ടി പട നയിച്ചയാൾ. എന്നാൽ നമ്മൾ കഴിഞ്ഞ 2ാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഫംഗ്ഷനിൽ ഇതേപോലെ നരേന്ദ്രമോദി പോകുമ്പോൾ ഈ LK അദ്വാനി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ വണങ്ങുന്നത് നമ്മൾ കണ്ടു. പക്ഷെ വണങ്ങുന്ന അദ്വാനിയെ മുഖത്തേക്ക് പോലും നോക്കാതെ നേരെ നടന്ന് മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് ക്യാമറയിൽ നോക്കി പോകുന്ന അദ്ദേഹത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ മോഡിയാണ് ഇന്ന് LK അദ്വാനിയെ 3ാമത് പ്രധാനമന്ത്രിയാകാൻ പോകുമ്പോൾ കാണാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അഹംഭാവം എത്രമാത്രം താഴേക്ക് വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും സംബന്ധിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇന്ന് കോൺഗ്രസ് 101 സീറ്റിലേക്ക് കയറി വന്നത്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി 231 സീറ്റിലേക്ക് കയറി വന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മതേതര വിശ്വാസികളായ ജനങ്ങളുടെ മാത്രം പിന്തുണയോടുകൂടിയാണ്. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വിലക്കെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം കോർപ്പറേറ്റ് മാധ്യമങ്ങളെയും മോഡിക്ക് അനുകൂലമാക്കി മാറ്റിയിരുന്നു. അതുകൂടാതെ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ പിരിച്ചെടുത്ത ഫണ്ട്, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊടുക്കുവാൻ വെച്ചിരുന്ന ഫണ്ടുകൾ മുഴുവൻ 1 രൂപ പോലും കൊടുക്കാതിരിക്കാൻ വേണ്ടി ആസൂത്രിതമായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫണ്ട് പോലും മരവിപ്പിച്ച ഒരു സംഭവം വരെ ഉണ്ടാക്കി. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ കക്ഷികളെ ഇല്ലായ്മ ചെയ്ത് ജനങ്ങളുടെ വികാരം അടിച്ചമർത്തി എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക, 400 സീറ്റ് തികയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മോഡി ഗവൺമെൻറ് മുന്നോട്ട് പോയത്. ഇവിടെ പ്രശാന്ത് പറഞ്ഞതുപോലെ മോദി ഞാൻ എന്നുള്ളതല്ലാതെ BJP എന്നൊരു വാക്ക് പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാൻ തയ്യാറായില്ല. അതുപോലെ NDA എന്നൊരു വാക്ക് അദ്ദേഹം ഒരു യോഗത്തിലും സംസാരിച്ചിട്ടില്ല. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക്
പറയുവാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. കാരണം ഈ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ ഒരു മതവിഭാഗത്തെ കൊടും ഭീകരരായല്ലേ കുറ്റവാളികളായി ചിത്രീകരിച്ചുകൊണ്ടും അവരെ ഈ രാജ്യത്തെന്തോ ദ്രോഹികളാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന പ്രസംഗങ്ങൾ ഏതെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ നടത്തിയിട്ടുണ്ടോ? അവസാനം അദ്ദേഹം അലമുറയിട്ടുകൊണ്ട് ജനങ്ങൾ എതിരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തനി വർഗീയത തന്നെ പറഞ്ഞു കൊണ്ടുപോവുകയാണ്. ഇവിടുത്തെ പട്ടികജാതിക്കാരായ ആളുകളോട് പറയുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ സംവരണവും ആനുകൂല്യങ്ങളുമെല്ലാം കോൺഗ്രസ് സർക്കാർ, ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ അതെല്ലാം ഇല്ലാതാക്കി മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. ആരാണ് ഈ പട്ടികജാതിക്കാർക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം ഭരണഘടനയിൽ എഴുതി ചേർത്ത്? ആരാണ് ഈ പട്ടികജാതിക്കാരെ ഇത്രയും കാലം സംരക്ഷിച്ചത്? ഈ 10 വർഷക്കാലത്തിനിടയിലാണോ സംരക്ഷിച്ചത്? ഈ രാജ്യത്തെ പട്ടികജാതിക്കാർക്കും പിന്നോക്കക്കാർക്കും ആനുകൂല്യങ്ങളും അവരുടെ ഉന്നമനത്തിനായുള്ള എല്ലാ കാര്യം ചെയ്ത രാജ്യത്തെ ഒരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെതെല്ലാം എടുത്ത മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തനി വർഗീയത പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനമന്ത്രിക്കും ചേരാത്ത രീതിയിൽ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. അദ്ദേഹത്തിന് വേണമെങ്കിൽ വികസനം പറയാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ഇനിയും അടുത്ത 5 വർഷത്തേക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറയാം. ഈ രാജ്യത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയാം. അതെങ്ങനെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഇന്ന ഐഡിയകളുണ്ട്, പദ്ധതികളുണ്ട്, അത് ഞാൻ 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് രാമക്ഷേത്രവും ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും രാമനാണ് നമ്മളെ വിജയിപ്പിക്കാൻ പോകുന്നതെന്നും രാമനുണ്ടെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞുവെന്നും ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വികാരമറിയാതെ രാമൻ്റെ പേരിൽ ജനങ്ങളെ വിഭജിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഞാനൊരു കാര്യം അജിംസറോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ UP ഇരിക്കുന്ന സ്ഥലത്ത് ഈ BJPക്ക് ഏറ്റ തിരിച്ചടി തന്നെ ഈ ഇനിയും ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കാൻ പോവുകയാണ്. ഞങ്ങൾക്കൊരു ഒരു 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 കഴിഞ്ഞ അവസാനം നടന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വലിയ മാറ്റമുണ്ടായി. 2 സംസ്ഥാനം കോൺഗ്രസ് ഭരിച്ചു, അത് BJPക്ക് ലഭിച്ചു. മധ്യപ്രദേശ് വീണ്ടും അവർക്ക് തുടർഭരണമുണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മോദിയെ സ്തുതിക്കുന്ന മാധ്യമങ്ങൾ എല്ലാവരും ചേർന്നെഴുതി ഇതാ വീണ്ടും BJP അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു പ്രചരണം താഴെ തട്ടിക്കൊടുത്തു. ആ ഒരു ഇലക്ഷൻ ട്രെൻഡ് എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമാക്കാൻ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ, BJPക്ക് അനുകൂലമായി ഒട്ടനവധി മാധ്യമങ്ങളുണ്ട്, അവരെല്ലാം ശ്രമിച്ചു. അതിൻ്റെ ഫലമായി അതൊന്നും ഈ UPയിൽ ഏറ്റവും ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, UPയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാനൊരു കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ അവിടെ ഈ ഫൈസാബാദ് മണ്ഡലം അയോധ്യ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ജയിച്ചത് അവേദ് പ്രസാദ് എന്ന് പറഞ്ഞ JP, അതായത് മുലായം സിംഗിൻ്റെ പാർട്ടിയുടെ ആളാണ്. അവിടെ ലല്ലു സിംഗ് എന്ന് പറഞ്ഞ ആളാണ് BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടെ വലിയ സ്വാധീനമുള്ള ആളും അതുപോലെ കണ്ണൂരിൽ CPMൻ്റെ കോട്ട എങ്ങനെയാണോ, പാർട്ടി ഗ്രാമം എങ്ങനെയാണോ, അതുപോലൊരു കോട്ടയിലാണ് ഈ പറയുന്ന സ്ഥലം. അപ്പോൾ ഫൈസാബാദിൽ അവേദ് പ്രസാദിനെ മത്സരിപ്പിക്കാൻ നിർത്തുമ്പോൾ പല ആളുകൾക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇവരുടെ കോട്ടയിൽ അവിടെ പ്രത്യേകിച്ച് രാമക്ഷേത്രമൊക്കെ നിർമ്മിച്ച് രാമഭക്തരായിട്ടുള്ള സ്ഥലത്ത് അവിടെ ജയിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സീതാപൂർ മണ്ഡലം, സീതയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഐതിഹ്യങ്ങളുള്ള ചരിത്രങ്ങളുള്ള ഒരു മണ്ഡലമാണ് സീതാപൂർ എന്ന് പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ SP ആണ് ആ സീറ്റ് എടുത്ത്. SP-ക്ക് അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാനില്ല. നരേന്ദ്രവർമ്മ എന്ന് പറയുന്ന ഒരു SP-യുടെ പഴയ MLA പോയി കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു മത്സരിക്കണം, ജയിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്മാറി. കാരണം അത്രമാത്രം BJPക്ക് ശക്തമായ സ്ഥലമാണ്. അതിനുശേഷം അത് കോൺഗ്രസ്സിന് ആ സീറ്റ് മാറി, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല, നിങ്ങൾ മത്സരിച്ചു. അപ്പോൾ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചു, നകുൽ ദുബായ്, അവിടുത്തെ XMLA ആണ്. അത് XMLA എന്ന് പറഞ്ഞാൽ BSPയുടെ MLA ആയിരുന്നു. അദ്ദേഹം പിന്നീട് കോൺഗ്രസ്സിൽ ചേർന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു സ്വാധീനമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു BJPക്ക് ഭയങ്കര സ്ട്രോങ് ഹോൾഡ് സ്ഥലമാണ്, ഞാൻ മത്സരിക്കാനില്ല, എൻ്റെ ഈ പണമില്ല എന്ന് പിന്മാറി. അവസാനം ഒരു സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് രാപ്പോൾ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ഈ പറയുന്ന BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഏകദേശം 86,000-ൽ പരം വോട്ടിനാണ് അവിടെ ജയിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങളും ഇവർ ഉയർത്തിയ വർഗീയതയും ഇവരുയർത്തിയ ഏർപ്പാടുകളും ഒന്നും ഇവിടെ വിലപേശിയില്ല, ഏറ്റില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി യഥാർത്ഥത്തിൽ 1 വർഷം മുമ്പ് രൂപീകരിച്ച് ഇതേപോലെ സീറ്റ് വിഭജനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ NDAക്ക് കിട്ടിയ 293 എന്ന് പറയുന്ന ഈ പറയുന്ന JDUവിൻ്റെയും അതേപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും 28 വോട്ടിൻ്റെ പിൻബലത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്
ഒരു കാരണവശാലും ഉണ്ടാകില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ശ്രീ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ നാളെ വർക്കിംഗ് കമ്മിറ്റി കഴിയുമ്പോൾ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് പാർലമെന്ററി പാർട്ടി അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി കൂടി കഴിയുമ്പോൾ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തമായൊരു പ്രതിപക്ഷമായി തുടരും. അധികാരം ഇപ്പോൾ പിടിച്ചെടുക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ കൂട്ടി നിർത്തിക്കൊണ്ട് അധികാരമല്ല പൂർണ്ണമായ ലക്ഷ്യം. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര, ആ ഭാരത് ജോഡോ യാത്ര ജനങ്ങളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്നുകൊണ്ടാണ് അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയത്. അധികാരത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നില്ല. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സ്ഥലങ്ങളിലും ചെന്ന് വേദനിക്കുന്ന ആളുകൾ, കർഷകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലില്ലാത്ത ആളുകൾ അടക്കമുള്ള ആളുകളുമായിട്ട് സംവേദിച്ച് അദ്ദേഹം ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയ. ലോകത്തൊരാൾ പോലും ഇത്രമാത്രം വലിയൊരു യാത്ര, അതായത് കന്യാകുമാരിൽ നിന്ന് ആരംഭിച്ച് കാശ്മീരിൽ പദയാത്രയായി ചെന്നതിന് ശേഷം അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലും അദ്ദേഹം യാത്രയുമായി പോയി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്, അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്കാണ് ഇന്ത്യ മുന്നണി രൂപീകരണത്തിനടക്കം പോയത്. അങ്ങ് പറയുന്നത് ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവും. അത് ശരിയാണ്, കാരണം നമ്പറുണ്ട്, പ്രതിപക്ഷം ശക്തമായിരിക്കും, പ്രതിപക്ഷ നേതാവുണ്ട്, അതൊക്കെ ശരിയാണ്. എൻ്റെ ചോദ്യം അതല്ല. ഈ ഒരു കൂട്ടുകക്ഷി സർക്കാരാണെങ്കിലും അതിലേക്ക് അഡാപ്റ്റബിൾ ആണ് മോദി, അതിനും മോദി തയ്യാറാണ്, മോദിക്ക് അതും വശമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ അധികാരത്തിൽ വരാനല്ല അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയുമ്പോഴും അധികാരം വളരെ പ്രധാനമാണ് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കർണാടക, ബീഹാർ, മധ്യപ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രതിപക്ഷമായി നിൽക്കുന്നതോടൊപ്പം തന്നെ അധികാരത്തിലെത്താൻ വേണ്ടി നിങ്ങളും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായും ഞാൻ അധികാരത്തിലെത്താൻ വേണ്ടി അല്ല ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയത്. ഇന്ത്യയിലെ വേദനിക്കുന്ന ആളുകളുടെ വികാരം അറിയാൻ വേണ്ടിയാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അധികാരം കിട്ടാൻ വേണ്ടിയാണ്. തീർച്ചയായും അതിലൊന്നും തർക്കമുള്ള കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇന്നലെ വരെ ഘടകകക്ഷികളെ പുല്ലുവില കൽപ്പിച്ചിരുന്ന മോഡി ഇപ്പോൾ ഘടകകക്ഷികളോട് കാണിക്കുന്ന സ്നേഹത്തിൽ തൃപ്തിയുണ്ട്. പക്ഷേ ഇത് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും? ഇവിടെ ഈ ബഹുമാനായ എ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ പല ഡിമാൻഡുകളും ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും പരിഹരിക്കാൻ കഴിയുമോ? ഇപ്പോൾ തന്നെ നമുക്കറിയാം, ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് എന്നും എതിർത്തിരുന്ന BJPക്ക് അതിന് വഴങ്ങേണ്ടി വന്നില്ലെങ്കിൽ ഈ സർക്കാർ എത്ര കാലം പോകും? ഈ അഗ്നിവീർ പോലുള്ള BJPയിലെയും RSSലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട സേനാ വിഭാഗങ്ങളെ ഈ മറ്റൊരു രീതിയിലേക്ക് ആക്കുന്നതിനെതിരെ ഇവർക്ക് പ്രതിഷേധമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് ആരാണ്? ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവാണ്. ഇവിടെ ഇവർ രണ്ടുപേർക്കും എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് അങ്ങ് സീനിയർ പത്രക്കാരനായതുകൊണ്ട് അങ്ങേക്കറിയാം. അതായത് ഈ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്നയാൾ 1996 ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന സമയത്ത്, അതായത് 13 കക്ഷികളുടെ MP-മാരെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം ദേവഗൗഡയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കിയ മിടുക്കനായ ഒരാളാണ്. ഞാൻ പറയുന്നില്ല, പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം ബുദ്ധിമാനും മിടുക്കനായ ഒരാളാണ്. ഈ ദേവഗൗഡ അധികാരത്തിൽ നിന്ന് പുറത്താകേണ്ടി വന്നു. കാരണം കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചപ്പോൾ ദേവഗൗഡ പുറത്തായി. പിന്നീട് അദ്ദേഹമാണ് ഈ പറഞ്ഞ ഇവരെയെല്ലാം കൂട്ടിയിണക്കി വീണ്ടും IK ഗുജറാളിനെ കൊണ്ടുവന്ന് അധികാരത്തിൽ കൊണ്ടുവന്നത്. IK ഗുജറാൾ വീണപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? AB വാജ്പേയിയുടെ ഗവൺമെൻറ്റിനെ കൂട്ടുകക്ഷി ഇത് നൽകി അദ്ദേഹം AB വാജ്പേയിയുടെ ഗവൺമെൻറ്റിന് കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഇടതുവശത്ത് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ വലതുവശത്ത് നിൽക്കുന്ന ആൾ ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അവരിപ്പോൾ പ്രത്യേക പദവി ചോദിച്ചിരിക്കുകയാണ്. ആന്ധ്രയുടെ പ്രത്യേക പദവി 2016 നരേന്ദ്രമോദി അന്ന് ആന്ധ്രയ്ക്ക് വാഗ്ദാനം കൊടുത്താണ്. അദ്ദേഹം ഇതേവരെ നടപ്പിലാക്കിയിട്ടില്ല. 10 വർഷം പ്രധാനമന്ത്രിയായിട്ടും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയൊന്നും കൊടുത്തിട്ടില്ല. വാഗ്ദാനം കൊടുത്തതാണ്, വാഗ്ദാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കുറി കൊടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ കൊടുത്തില്ല എങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചന്ദ്രബാബു നായിഡുവിൻ്റെ. പിന്നെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ആളെക്കുറിച്ച്, അദ്ദേഹത്തിനെക്കുറിച്ച് ബീഹാറിൽ അറിയപ്പെടുന്ന പൾട്ടൂറാം എന്നാണ്, അതായത് കാലുമാറ്റക്കാരെന്നാണ്. ഏത് സമയത്ത് എങ്ങോട്ട് മാറും എന്ന് അറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത് ഡൽഹിയിൽ വരികയും ഇതിനുവേണ്ടി മറ്റ് കക്ഷികളുമായി മുൻകൈയെടുത്ത് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ബംഗാളിലെ മമതാ ബാനർജിയുമൊക്കെയായി ചർച്ച നടത്തി കോൺഗ്രസുമായി ഒരു എല്ലാവിധത്തിലുമുള്ള ലേസൺ വർക്ക് നടത്തിയ ആളാണ് നിതീഷ് കുമാർ. തിരിച്ചദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് മാറി, ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി അദ്ദേഹം BJPയിലോട്ട് പോയി.
അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയിൽ രണ്ട് ഗവൺമെൻറ്റിൽ അംഗമായിരുന്നു. പിന്നെ 2005 മുതൽ ആദ്യം അദ്ദേഹം ബി ജെ പി ആയിട്ട് ചേർന്ന് മുഖ്യമന്ത്രിയായി. പിന്നീട് അത് RJDയുമായി ചേർന്ന് മുഖ്യമന്ത്രിയായി. 2017 തിരിച്ച് BJPയുമായി സഖ്യമുണ്ടാക്കി. അങ്ങനെ 9 തവണ മുഖ്യമന്ത്രിയായാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഏത് മുന്നണിയുമായും കൂട്ടുകൂടുന്ന ആളാണ്. ഈ രണ്ടുപേരെയും അപ്പുറം ഇപ്പുറം നിർത്തിയാണ് ഈ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എവിടെ വരെ എത്തുമെന്നൊന്നും നമുക്കാർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിന് ഈ 10 വർഷക്കാലം BJPയുടെ നരേന്ദ്രമോദി കൊണ്ടുപോയതുപോലെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഏർപ്പാടും നടക്കില്ല. അദ്ദേഹത്തിന് പലതിനും ഉത്തരം പറയേണ്ടി വരും. അദ്ദേഹത്തിന് ഭരണഘടന മാറ്റി എഴുതാൻ കഴിയില്ല. ഇവിടെ കർണാടകത്തിൽ BJPയുടെ പല ആളുകളും പ്രസംഗിച്ച എന്താ, 400 സീറ്റിന് മുകളിൽ എഴുതിയാൽ ഞങ്ങൾ ഭരണഘടന മാറ്റി എഴുതും. ഭരണഘടന മാറ്റി എഴുതാനുള്ള സാഹചര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുണ്ടോ? ആരെ ഉദ്ദേശിച്ചാണ് ഇവർ പറയുന്നത്? ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? കുറേ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ചുരുങ്ങിയ ഹിന്ദു സമുദായത്തിലെ സവർണ്ണ ആളുകൾക്ക് വേണ്ടി മാത്രം പറയുന്ന ഒന്നാണ്. ബാക്കിയുള്ള ആരെങ്കിലും ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? UP അടക്കമുള്ള സ്ഥലങ്ങളിൽ BJPക്ക് ദളിത് വോട്ടുകൾ നഷ്ടമായി. കർഷകരായ ജാട്ട് സമുദായത്തിന്റെ വോട്ടുകൾ നഷ്ടമായി. കർഷകരെ ഇത്രയധികം ഉള്ള ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ എല്ലാവരും മെയിൻ ഫോക്കസ് ഒരു കൂട്ടുകക്ഷി സഭയ്ക്ക് മോദിക്ക് ആ സഭ കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്താണ് പറയുക, ഇത്രയും മണിക്കൂറുകളിലെ കാര്യങ്ങൾ നോക്കിയാൽ, ഫലം വന്നതിന് ശേഷം ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മോദി BJP ആസ്ഥാനത്തെത്തുന്നു. അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിൽ BJP എന്നോ മോദി എന്നോ പറയുന്നില്ല, പകരം NDA എന്ന് മാത്രം പറയുന്നു. ഇന്ന് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ 2014-ലും 2019-ലും കണ്ട മോദിയെ അല്ല നമ്മൾ കാണുന്നത്. വളരെ ബോഡി ലാംഗ്വേജ് പോലും മാറി, വളരെ വിനയാന്വിതനായ, ഒട്ടും ഒരു തരത്തിലുള്ള മസിൽ പിടുത്തവുമില്ലാത്ത വളരെ ശാന്തനായ ഒരു പ്രധാനമന്ത്രി. അദ്ദേഹം മുമ്പ് അദ്വാനി അദ്ദേഹത്തെ കാണാൻ വന്ന് ഇങ്ങനെ കൈ തൊഴുത് നിൽക്കണമെങ്കിൽ ഇന്ന് അദ്ദേഹം അദ്വാനിയെ കാണാൻ അങ്ങോട്ട് പോകുന്നു. ഘടകകക്ഷി നേതാക്കളോട് വളരെ വിനയാനിതനായി സംസാരിക്കുന്നു. ഇതുവരെ ഒരു മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഈ BJPയുടെ പോളിസികൾ പലതും എതിർക്കുന്നവരാണ് ഘടകകക്ഷികൾ, നേർക്കുനേരെ എതിർക്കുന്നവരാണ്. ആ പോളിസികൾ ഡൈല്യൂട്ട് ചെയ്യാൻ മോദിയോ BJPയോ തയ്യാറാകും? അജിംസെ, ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ വാദം കേട്ടപ്പോൾ, അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഒരു സംശയം വന്നത്, BJPയും NDAയും തന്നെ അല്ലേ അധികാരത്തിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്കല്ലേ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്? എനിക്ക് സംശയം വന്നു. തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകളുണ്ട്, അവരുടേതായിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലുകളുണ്ട്. അതെല്ലാം കൃത്യമായി നടന്നോട്ടെ, അതിനൊന്നും യാതൊരു വിഷമവും ഞങ്ങളെ സംബന്ധിച്ചില്ല. അജിംസ് ചോദിച്ച ചോദ്യം, BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം 1ാം തവണയും 2ാം തവണയും എല്ലാം പ്രധാനമന്ത്രിയാകുന്ന സമയത്തും BJPയുടെ മുതിർന്ന നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. അങ്ങ് സൂചിപ്പിച്ച എല്ലാ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയാത്തത് അന്നത്തെ ഫയൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ശ്രീ നരേന്ദ്രമോദി പെട്ടെന്നൊരു ദിവസം എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയും നിങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. എത്രയോ വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ അറിയുകയും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടും, പ്രത്യേകിച്ച് BJP ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിൽ, 2 MP-മാർ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ BJP സംഘടനാ സംവിധാനത്തെ നയിക്കാനും, അത് സംസ്ഥാനത്താണെങ്കിലും അതിന് താഴെത്തട്ടിലാണെങ്കിലും ഇനി അതിന് മുകളിൽ തട്ടിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും, എന്തിന് ശ്രീ മുരളി മനോഹർ ജോഷി അടക്കമുള്ള ആളുകൾ നയിച്ചിട്ടുള്ള പല രഥയാത്രകളടക്കമുള്ള ദേശീയ തലത്തിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങൾക്കെല്ലാം സംഘടനാപരമായി നേതൃത്വം കൊടുക്കുകയും ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളാണ് ശ്രീ നരേന്ദ്രമോദി. അപ്പൊ അദ്ദേഹത്തെ പോലെ സംഘടനാ പാഠവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പാഠവും എല്ലാം ഉള്ള ഒരാളെ നിങ്ങൾക്ക് ഏത് തരത്തിലും വിലയിരുത്താം. അതിന് തെറ്റൊന്നും കാണാൻ വേണ്ടി അല്ല, എന്തോ മാറ്റം വന്നു എന്ന് അങ്ങ് അത്ഭുതപ്പെടുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജയ് ജഗന്നാഥ് എന്ന മുദ്രാവാക്യമാണ് അദ്ദേഹം ആ യോഗത്തിൽ മുഴക്കിയത്, ജയ് ശ്രീറാം എന്നല്ല. അയോധ്യ എന്നൊരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വേണ്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ശ്രീറാം എന്നോ അയോധ്യ എന്നോ ഒന്നും വേണ്ടുന്നില്ല. പകരം ഒഡീഷയിലെ പുരി ജഗന്നാഥനാണ് അദ്ദേഹം ജയ് ജഗന്നാഥ് എന്ന മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഗൗരവമുള്ള കാര്യമായി ചർച്ച ചെയ്യേണ്ടതാണോ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം 2 സീറ്റിൽ നിന്ന് 82 സീറ്റിലേക്ക് BJPയെ നയിച്ചത് പ്രധാനമായും അയോധ്യ മൂവ്മെന്റ് ആണ്.
അല്ല, നിങ്ങൾ അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരാൾ പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ എന്ത് പറയുന്നു, അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ ഉള്ളത് അതൊരു കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ അതാത് സമയങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ വ്യത്യാസങ്ങളോ ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റൊന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊന്നിനെ പുൽകാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, ഒറീസയിൽ ആരാ ജയിച്ചത്? ആന്ധ്രാപ്രദേശിൽ ആരാ ജയിച്ചത്? യു പി അരുണാചൽ പ്രദേശിൽ ആരാ യു സർക്കാർ പിയിൽ ആരാ ഉണ്ടാക്കാൻ ജയിച്ചത്, പോകുന്നത്? അപ്പൊ ഒഡീഷയിൽ അല്ലല്ല, ആരാ ഞാനൊന്ന് ജയിച്ചത് പറയാം. എന്നുള്ളിടത്ത് അതിന്റെ ഉത്തരവുണ്ട് കൃഷ്ണദാസ്. യു പിയിൽ ആരാണ് ജയിച്ചത്, ഉണ്ടാകുമല്ലോ. ഒഡീഷയിൽ ആരാണ് ജയിച്ചത് എന്നതിലകത്ത് ഉത്തരവുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിലെന്താ തെറ്റുള്ളത്? ഉണ്ടാകുമല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ സംസ്ഥാനത്തും ഉണ്ടാകുന്ന ജനാധിപത്യ പ്രക്രിയയിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മാറ്റില്ലേ. എന്തായാലും ഇന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് ഓഫീസിൽ നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് 15 മിനിറ്റ് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ലല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. രാജ്യത്ത് എങ്ങും ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് എത്രയോ സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, എത്രയോ സീറ്റുകൾ ഞങ്ങൾക്ക് വോട്ട് കുറയുകയോ കൂടുകയോ ചെയ്തിരിക്കുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കുകയും വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതൊന്നുമില്ലാതെ, ഭരണമില്ലാതെ ആകെ 14 സംസ്ഥാനങ്ങളിൽ പൂജ്യരായി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളോട് പറയുന്നത് ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടു, ഇവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, 1984 ശ്രീ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം 415 സീറ്റുമായിട്ടാണ് കോൺഗ്രസുകാർ അധികാരത്തിലേറിയത്. അതിന്റെ തൊട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ 1989 കോൺഗ്രസിന്റെ സീറ്റ് എത്രയാ? 193. 217 സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് പാർലമെന്റിലെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ സർക്കാരുണ്ടാക്കുന്നതിൽ കുറവൊന്നും വന്നിട്ടില്ലല്ലോ. പിന്നെ ഘടകകക്ഷികളെ സംബന്ധിച്ച്, ഘടകകക്ഷികളെ ഏറ്റവും കൂടുതൽ ഘടകകക്ഷികളെ വെച്ച് ഭരണം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് BJP. ഈ കോൺഗ്രസുകാർ നിരന്തരമായി പറയുന്ന ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ എക്കാലവും ഞങ്ങളെ എതിർക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ അടക്കം കൂട്ടിക്കൊണ്ട് സുശക്തമായിട്ടുള്ള ഭരണം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. ഘടകകക്ഷികളെ എങ്ങനെ കൊണ്ടു നടക്കണമെന്നും ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണമെന്നും ഒക്കെ തൽക്കാലം കോൺഗ്രസുകാരുടെ അടുത്ത് നിന്ന് പഠിക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങളത് ആവശ്യപ്പെടാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ബി ജെ പിക്ക് അത് അറിയാം. പി കൃഷ്ണദാസ്, BJP അത് ചെയ്തിട്ടുണ്ട്, വാജ്പേയിയുടെ കാലത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോദിക്ക് അറിയാമോ എന്നാണ് ചോദ്യം. അജിംസെ, നിങ്ങളുടെ മീഡിയ വൺ ചാനൽ കൊണ്ടുനടക്കുന്നത് അജിംസ് മാത്രമാണ് എന്ന് ധരിച്ചാൽ ഞാൻ അത് അങ്ങനെ ധരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ട്? ഒരു സംവിധാനം കൊണ്ടു നടക്കുമ്പോൾ അതിൽ ഒരാൾ മാത്രമല്ലല്ലോ, നിരവധി ആളുകൾ, സംഘടനാപരമായ ചുമതല നോക്കുന്ന ആളുകളുണ്ടാവും, രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും, ഒരു നിലപാട് സ്വീകരിക്കാത്ത സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ അറിയാത്തവരല്ല കോൺഗ്രസ്സുകാർ. അവരൊരു ആരോപണം ഉന്നയിക്കുകയാണ്, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടില്ലേ നമ്മൾ വളരെ പെട്ടെന്നൊരു ആരോപണം ഉന്നയിക്കുന്ന സിസ്റ്റം. ഇതൊക്കെ BJPക്കകത്ത് ഇതൊക്കെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ടെന്നേ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇതിനെയെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ കൊണ്ടുനടക്കുന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ആ കാര്യത്തിൽ തൽക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ആരുടെ ഉപദേശം ഞങ്ങൾക്ക് കാര്യത്തിൽ ആവശ്യമില്ല. എനിക്ക് സമയം നേരത്തെ മറ്റുള്ളവർ പറഞ്ഞത് ഞാൻ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം കൂടി പൂർത്തിയാക്കിക്കോട്ടെ. എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. 5 വർഷക്കാലം പോയിട്ട് 6 മാസക്കാലം, 5ഒക്കെ പോട്ടെ, നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന 1 വർഷക്കാലമോ 1.5 വർഷക്കാലമോ കഴിയുമ്പോൾ ഈ സർക്കാരിന്റെ ഹണിമൂൺ കഴിയുമെന്നൊക്കെയാണല്ലോ. 6 മാസക്കാലം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളെ ഒന്നും വേണ്ട, പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് MP-മാരുടെ യോഗം നടന്ന് തീരുമാനിക്കാൻ ആകെ വേണ്ടി വന്നത് 2 ദിവസമാണ് റിസൾട്ട് വന്നിട്ട്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ മീറ്റിംഗ് കൂടിയല്ലോ, 1 അല്ല 2 തവണ. പ്രതിപക്ഷ നേതാവിനെ എന്താ തീരുമാനിക്കാതിരുന്നത്? ആരാ പ്രതിപക്ഷ നേതാവ്? അതൊന്ന് പറയട്ടെ. ആരുടെ പേരാ വന്നിരിക്കുന്നത്? അതൊന്ന് പറയട്ടെ. അപ്പൊ പ്രതിപക്ഷ നേതാവിനെ യോഗം കൂടി തീരുമാനിക്കാൻ പറ്റാത്ത ആളുകൾ, ഞങ്ങൾ ആദ്യത്തെ യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ഘടകകക്ഷികളെയും സംവിധാനങ്ങളെയും എല്ലാവരെയും തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഇതൊന്ന് തീരുമാനിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് ആരാണ്? വരട്ടെ, പ്രതിപക്ഷ നേതാവൊക്കെ വരട്ടെ, എന്നിട്ട് പ്രതിപക്ഷ കക്ഷികളെ ഒരുമിച്ച് നിർത്തട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ശ്രീ എം പ്രശാന്ത്, ഇവിടെ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇരുവരുടെയും ഒരു രാഷ്ട്രീയ ചരിത്രം, ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അത് പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും അതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവുക ചന്ദ്രബാബു നായിഡുവായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്സ് വളരെ ഹാർഡാണ്. BJPക്കോ മോദിക്കോ മീറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ വലിയ ഡിമാൻഡ്സാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്ന് മാത്രമല്ല, പോളിസി വെച്ച് നോക്കിയാൽ തന്നെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ നിലപാടുകൾ പലതും മോദിക്കും BJPയും കല്ലടിയാവില്ലേ?
തീർച്ചയായും. കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPക്ക് 16 സീറ്റുണ്ട്. BJP കഴിഞ്ഞാൽ NDAയിലെ രണ്ടാമത്തെ കക്ഷി TDP ആണ്. അപ്പോൾ അവർ ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടുക ഈ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി എന്നുള്ളത് തന്നെയായിരിക്കും. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി, അതേപോലെ തന്നെ പുതിയൊരു തലസ്ഥാനം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ സഹായങ്ങൾ, മറ്റ് സഹായങ്ങളെല്ലാം തന്നെ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതേ ആവശ്യം ബീഹാർ മുഖ്യമന്ത്രിയും ആ ഘട്ടത്തിൽ ഉന്നയിക്കും. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ ഒരേ സമയം ഈ ഒരു പ്രത്യേക പദവി ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ അത് മോഡി സർക്കാരിന് വലിയൊരു വെല്ലുവിളിയെ മാറുക തന്നെ ചെയ്യും. അത് മറ്റ് സംസ്ഥാനങ്ങളെയും അത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വരാൻ പ്രേരകമാകുന്ന ഒരു ഘടകമായി കൂടി അത് മാറും എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരെ ഒപ്പം ചേർത്ത് കൊണ്ടുപോകുക എന്നത് BJPക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഇനി അത് കഴിഞ്ഞാൽ മറ്റ് ഘടകകക്ഷികളുടെ കാര്യം എടുത്താലും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം മഹാരാഷ്ട്രയിലെ അവരുടെ രണ്ട് ഘടകകക്ഷികൾ എന്ന് പറയുന്നത് ഒന്ന് അജിത് പവാർ വിഭാഗം NCPയും ഷിൻഡെ വിഭാഗം ശിവസേനയുമാണ്. ആ രണ്ട് കക്ഷികൾക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റു. BJPക്ക് തിരിച്ചടിയേറ്റതുപോലെ തന്നെ ഈ രണ്ട് പാർട്ടികൾക്കും മഹാരാഷ്ട്രയിൽ തിരിച്ചടിയേറ്റു. ആ രണ്ട് പാർട്ടികളുടെ നിലനിൽപ്പ് തന്നെ, അവരുടെ ഭാവി തന്നെ ഒരു ചോദ്യത്തിലാവുന്ന ഒരു ഘട്ടമാണ് നിലവിൽ. മഹാരാഷ്ട്ര വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പാർട്ടികളുടെ ഉള്ളിൽ വരാവുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ തന്നെ അജിത് പവാർ NCPയിൽ ഒരു വിഭാഗം MLAമാർ ശരത് പവാർ പക്ഷത്തേക്ക് മാറാനുള്ള ആലോചനകൾക്ക് മറ്റും നീങ്ങുന്നുണ്ട്. ഏകനാഥ് ഷിൻഡെയും ആശങ്കയിലാണ്. കാരണം ഉദ്ധവ് താക്കറെ ശിവസേനയും കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നു. യഥാർത്ഥ ശിവസേന ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ NCP ഏത് പാർട്ടിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ബാരാമതിയിൽ പവാർ കുടുംബങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ ജയിക്കുന്ന സ്ഥിതിയുമുണ്ടായി. അപ്പോൾ ആ രണ്ട് പാർട്ടികൾ വലിയ വെല്ലുവിളി നേരിടുന്നു. അവർ ഏത് നിമിഷവും അവരുടെ രാഷ്ട്രീയ നിലപാടുകളിലും മറ്റുമൊക്കെ മാറ്റം വന്നേക്കാം. അതും ഈ പറയുന്ന മുന്നണി സർക്കാരിൻ്റെ ഭാവിക്ക് വലിയൊരു ഭീഷണിയായി മാറാറുണ്ട്. കാരണം ഓരോ MPമാരുടെ ചോർച്ചയും ഈ സർക്കാരിനെ കൂടുതൽ ദുർബലമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുന്ന ഓരോ MPമാരുടെ ചോർച്ചയും കൂടെ നിൽക്കുന്ന മറ്റ് ഘടകകക്ഷികളെ, അവരുടെ വിലപേശൽ ശേഷിയെ കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നതിലും തർക്കമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ വലിയ തലവേദനകൾ മോഡിക്ക് നേരിടേണ്ടി വരും. അത്തരം നമ്പറുകൾ തികയ്ക്കാൻ മറ്റ് പല വഴികളും അറിയാവുന്ന ഒരു പാർട്ടി കൂടിയാണ് BJPയും മോദിയും അമിത്ഷായും ഒക്കെ. അജീബ് സാർ, പക്ഷേ മറ്റൊരു വശമുണ്ട്. കാരണം 2014 BJPയോ 2019 BJPയോ അല്ല 2024 BJP. 2014 അവർക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. 2019 300 സീറ്റുണ്ട്. കാരണം ആ പാർട്ടി വിചാരിച്ചാൽ ഈ രാജ്യത്ത് എന്തും നടക്കുമെന്നൊരു നിലയായിരുന്നു. അതിന് തക്കതായ ഏകാധിപത്യ മനോഭാവമുള്ള രണ്ട് നേതാക്കളാണ് അതിനെ നയിച്ചത്. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളെ അപ്പാടെ ഇല്ലാതാക്കാനുള്ളൊരു തീവ്ര ശ്രമമാണ് അവർ നടത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ പാർട്ടികളുടെ MPമാരെ ചാക്കിട്ട് മറിക്കാൻ എത്രയോ കോടികൾ BJP ഒഴുക്കുകയുണ്ടായി. ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും മറ്റ് പാർട്ടികളിലെ MLAമാരെ MPമാരെ ഒക്കെ മറുകണ്ഠം ചാടിക്കുന്നതിന് എത്രയോ പണമൊഴുക്കിയ പാർട്ടിയാണത്. ഇനി അതിന് വഴങ്ങാത്തവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടി ഭീഷണിപ്പെടുത്തിയും നമുക്ക് മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയുടെ അവസ്ഥയൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞ കാര്യമാണ്. ഏതെല്ലാം വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ മാറുന്നു എന്ന് പറയുന്നത്. ആ നിലയിൽ എന്തെല്ലാം കുതന്ത്രങ്ങൾ അവർ മെനഞ്ഞതാണ്. പക്ഷേ ആ ഒരു കരുത്ത് നിലവിലില്ല. അവർക്ക് കേവല ഭൂരിപക്ഷമില്ല. കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് വളരെ അകലെയാണ് താനും. 240 എന്ന് പറയുന്ന ഒരു സീറ്റ് നിലയിലാണ്. 33 സീറ്റിൻ്റെ കുറവ് അവർക്ക് കേവല ഭൂരിപക്ഷത്തിനുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പഴയ BJP അല്ലെങ്കിൽ പഴയ മോഡി, പഴയ അമിത്ഷാ അല്ല, ആ കരുത്ത് അവർക്ക് കാട്ടാനാവില്ല. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ കൃഷ്ണദാസിനെ പോലുള്ള എല്ലാ BJP പ്രവർത്തകരും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിരാശരാണ്. അവർ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത്. ഇലക്ഷന് ശേഷം വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും ഈ പറയുന്ന 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നു എന്നൊരു പ്രതീതിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഫലം വന്നപ്പോൾ അതൊന്നും ഉണ്ടായില്ല. 300ലേക്ക് പോലും NDAക്ക് എത്താനാവുന്നില്ല. 240ലേക്ക് BJP ചുരുങ്ങുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മൂന്നാം മോഡി സർക്കാരിന് പല പദ്ധതികളും ഉണ്ടായിരുന്നു, പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്ന് ഈ പറയുന്ന ഭരണഘടനയിലെ നിർണായകമായ മാറ്റങ്ങളാണ്. പല BJP നേതാക്കളും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പല വേദികളിലും അത് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്തവണ 400 സീറ്റ് ആവശ്യമാണ്. 400 സീറ്റോടെ കരുത്തോടെ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഭരണഘടനയിൽ ഞങ്ങൾ താല്പര്യപ്പെടുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമായ വിധത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് പല BJP നേതാക്കളും ഇലക്ഷൻ കാലയളവിൽ പറഞ്ഞതാണ്. 2025 എന്നത് RSSന്റെ ശതാബ്ദി വർഷം കൂടിയാണ്. ആ വർഷത്തിൽ പല ലക്ഷ്യങ്ങളും BJPക്കും സംഘപരിവാറിനും ഉണ്ടായിരുന്നു എന്നതാണ് ഒരു അടിയറ രഹസ്യമായി മനസ്സിലാക്കാനാവുന്നത്. അത് ഒരു മതരാഷ്ട്രമായി പോലും ഈ രാജ്യത്തെ മാറ്റിയെടുക്കാനുള്ള പദ്ധതി അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. അതിൻ്റെയൊക്കെ വലിയൊരു നിരാശ വലിയൊരു ഭാഗം BJP പ്രവർത്തകരിലും സംഘപരിവാർ പ്രവർത്തകരിലുണ്ട്. പിന്നെ അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ അപ്പാടെ ജനങ്ങൾ തള്ളിയില്ല. അവർ ഉയർത്തിയ വർഗീയ പ്രചാരണത്തെ അപ്പാടെ ജനങ്ങൾ തള്ളിയില്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന UPയിലെ ജനങ്ങൾ
ജനങ്ങൾ അതിനെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞില്ലേ? അവർ അയോധ്യയിലും വാരണാസിയിലും അവർക്കേറ്റ തിരിച്ചടി നോക്കൂ. വാരണാസിയിൽ പ്രധാനമന്ത്രിക്ക് 6 ലക്ഷത്തിനടുത്തുണ്ടായിരുന്ന ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക് ചുരുങ്ങി, 1.5 ലക്ഷത്തിലേക്ക്. അതേപോലെ അയോധ്യയിൽ അവർക്ക് ആ ഫൈസാബാദ് സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. അയോധ്യ മേഖല എന്ന് പറയുന്ന UP-യുടെ ആ ഭൂവിഭാഗത്തിൽ ഏതാണ്ട് 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ 7ലും BJP തോറ്റു എന്നതാണ് വസ്തുത. അതേപോലെ വാരണാസി മേഖലയിൽ വരുന്ന 12 ലോക്സഭാ മണ്ഡലങ്ങളിൽ 8ലും BJP തോറ്റു. അപ്പോൾ ഇവരുടെ ഈ വർഗീയ പ്രചാരണത്തെ, വർഗീയ രാഷ്ട്രീയത്തെ, മതത്തെ ഉയർത്തിപ്പിടിച്ചുള്ള അല്ലെങ്കിൽ രാമന്റെ പേരിലുള്ള വോട്ട് ചോദിക്കലിനെ ഒക്കെ തന്നെ അവിടുത്തെ വിശ്വാസികളായ ഹിന്ദുജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് ഒരു കനത്ത പ്രഹരം BJPക്കും സംഘപരിവാറിനും ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് അവർക്കുണ്ടാക്കുന്ന ഒരു മുറിവ് ചില്ലറയില്ല. അപ്പോൾ ആ ഒരു വേദനയും മറ്റുമാണ് കഴിഞ്ഞ 2 ദിവസം പ്രധാനമന്ത്രി മോഡിയുടെ മുഖത്ത് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ മറ്റൊരു മാർഗമില്ല എന്നത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റേതൊരു നേതാവാണെങ്കിലും ഇത്രയധികം സീറ്റ് കുറഞ്ഞൊരു സാഹചര്യത്തിൽ, 60-ലേറെ സീറ്റ് BJPക്ക് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ മാന്യമായി ഞാൻ ഇത്തവണ പ്രധാനമന്ത്രിയാവാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയുമായിരുന്നു. മറ്റേതെങ്കിലും BJP നേതാവിന് ആ അവസരം കൊടുക്കുമായിരുന്നു. അതിന് അദ്ദേഹം തയ്യാറില്ല. കാരണം അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേര അല്ലെങ്കിൽ അധികാരം എന്നത് അദ്ദേഹം അത്രമാത്രം വില കൽപ്പിക്കുകയാണ്. അതുകൊണ്ടൊരു ദുർബലനായ പ്രധാനമന്ത്രിയായിട്ട് ആണെങ്കിൽ കൂടിയും ഞാൻ തുടരും എന്ന സന്ദേശമാണ് മോഡി മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു ശരീരഭാഷയാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. ഘടകകക്ഷി നേതാക്കളോട് കാട്ടുന്ന ആ ബഹുമാനം, മുതിർന്ന BJP നേതാക്കളോട് കാട്ടുന്ന ആ ഒരു ബഹുമാനം, ഭരണഘടനയോട് കാട്ടുന്ന ആ ഒരു ഭക്തി, അതിൽ നിന്നെല്ലാം അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി പുള്ളിപ്പുലിക്ക് ആ പുള്ളി എപ്പോഴും മായ്ച്ചു പിടിക്കാൻ കഴിയില്ല. മോഡിക്ക് അധികനാൾ ഈ നിലയിൽ തുടരാനാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ഒരു ഏകാധിപത്യ പ്രവണത, ആ ശൈലി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ, അത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടം തൊട്ട് അതുണ്ട്. ഇങ്ങനെയൊരു ന്യൂനപക്ഷ സർക്കാർ അല്ലെങ്കിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത് മോഡിക്ക് ആദ്യ അനുഭവമാണ്. ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഘടകകക്ഷികളുടെ സമ്മർദ്ദം, വിവിധ വിഷയങ്ങളിൽ വരുന്ന വ്യത്യസ്ത നിലപാടുകൾ, അഭിപ്രായങ്ങൾ, ഇതിനെയൊക്കെ ഏതെല്ലാം വിധത്തിൽ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മോഡിക്ക് സാധിക്കുമെന്നത് വലിയൊരു ചോദ്യം തന്നെയായിരിക്കും. അത് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയം ആ നിലയിൽ കലങ്ങി മറിയുന്ന വിധമാകും. ഒപ്പം ശക്തമായ ഒരു പ്രതിപക്ഷം പാർലമെന്റിലുണ്ട്. അതും ഈ ഒരു ഭരണത്തിന്റെ മുന്നോട്ട് പോക്കിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശരി, VP സജീന്ദ്രൻ, ഈ ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ശക്തമായ പ്രതിപക്ഷം ഉണ്ടായാൽ തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ച് കുറെ കൂടി ഡെമോക്രാറ്റിക്കായി ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ സമ്മർദ്ദത്തിന് വിധേയരാകേണ്ടി വരും. അങ്ങനെ ഒരു പ്രതിപക്ഷമാകും നിങ്ങൾ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇതേവരെ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ഏകാധിപത്യ പാർട്ടിയല്ല. ഒരാൾ പറയുന്ന അതേപടി അനുസരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങളെല്ലാം അനുസരിച്ചോണം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പാർട്ടിയല്ല. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതിൻ്റേതായ രീതിയുണ്ട്. ഇന്ത്യ മുന്നണി യോഗം ചേർന്നു. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. അത് ആരാണെന്നുള്ളത് ആരും ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന കാര്യമല്ല. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി കൂടിയതിനു ശേഷം പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചുകൂട്ടി അവിടെ വെച്ചായിരിക്കും അവരുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞായിരിക്കും പ്രഖ്യാപിക്കുക. ഇങ്ങനെയുള്ള നടപടിക്രമമുണ്ട്. അല്ലാതെ നരേന്ദ്രമോദിയെ പോലെയുള്ള ആളുകൾ ഞാനാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം കൈയടിച്ചു എന്ന് പറയുന്ന 2 മിനിറ്റ് കൊണ്ട് തീർത്തു, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീർത്തു എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിക്ക് ചേർന്നതല്ല. അത് അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകും. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ BJP പ്രതിനിധി പറഞ്ഞ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾ സൂക്ഷിച്ചോളുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണ്ടി വന്നാൽ അതിലുള്ള ആളുകളെ ഏത് രീതിയിലും പുറത്തിയാടിക്കുമെന്നുള്ളത് പറയുന്നത് അവർ ഇത്രയും കാലം ഇവിടെ മാധ്യമപ്രവർത്തകനായ പ്രശാന്ത് പറഞ്ഞതുപോലെ എന്ത് വില കൊടുത്തും ഞങ്ങൾ വാങ്ങിയെടുക്കുമെന്നുള്ള അധികാര ഒരു സംസാരമാണ് അദ്ദേഹം നടത്തിയത്. അതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് ചേരുന്ന ഒന്നല്ല. ഇപ്പോൾ വാജ്പേയി എന്ന് പറയുന്ന ആളുകളെ ഇപ്പോഴും അദ്ദേഹം BJPയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും ലോകം അംഗീകരിക്കുന്നതും നമ്മുടെ രാജ്യം ആദരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം BJPയുടെ ഒരു പ്രധാനമന്ത്രിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ രാജ്യത്തിനെതിരായി അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷ ബഹുമാനം കൊടുത്തിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ ചർച്ചകൾ നടന്നിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരംഗമുള്ള ഒരു പാർട്ടിയുടെ MP ആണെങ്കിൽ പോലും അവർക്ക് സംസാരിക്കുവാനും അവർക്ക് നിയമ ഭേദഗതികളിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള അവസരം കൊടുത്തിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഈ നരേന്ദ്രമോദിയുടെ പാർലമെൻറ്റിൽ എന്താ നടന്നത്? ഏതെങ്കിലും ഒരു ബില്ല് കൃത്യമായി ഒരു ചർച്ച നടത്തി പാസ്സാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ബില്ലിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഒരു ബില്ല് രാജ്യത്തൊരു ബില്ല് കൊണ്ടുവന്നത് നിയമമാക്കുമ്പോൾ
ഈ രാജ്യത്തെ, ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായ എത്രയോ സംസ്ഥാനങ്ങളുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങളും ഭേദഗതികളും ഒക്കെ ഉൾക്കൊണ്ടുവേണ്ട നമ്മുടെ രാജ്യത്ത് നിയമം നിർമ്മിക്കാൻ. ഇതൊരു ചർച്ചയുമില്ല, ഒരു അഭിപ്രായവുമില്ല. കുറേ ആളുകളുടെ BJPയുടെ കുറേ MP-മാർ വന്ന്, RSS പിൻബലമുള്ള MP-മാർ വന്ന് കൈയടിച്ച് പാസ്സാക്കുമ്പോൾ അല്ലെങ്കിൽ ഒച്ച വെച്ച് പാസ്സാക്കുമ്പോൾ അത് നിയമമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രതിപക്ഷത്തിനെ ശബ്ദിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ പാർലമെന്റിൽ MP-മാരുടെ നിലവാര തകർച്ചയാണ് നമുക്ക് പ്രത്യേകിച്ച് രണ്ടാം BJP ഗവൺമെന്റ് കാണാൻ കഴിഞ്ഞത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ BJPക്ക് 303 സീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ ഒരു കാര്യം അജിംസിന്റെ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയുന്നു. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രതിപക്ഷമായി ഇന്ന് ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷം മാറും. ഇവിടുന്ന് ആരെയും നിങ്ങൾ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഈ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിനെതിരായി അവിടുന്ന് പുറത്തേക്ക് പോരും. അതിന്റെ സൂചനയാണ് പ്രശാന്ത് മഹാരാഷ്ട്രയിലെ കാര്യം പറഞ്ഞത്. അവിടെ വരാൻ പോകുന്ന, ഒരു വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒട്ടനവധി ആളുകൾ ഷിൻഡെ പക്ഷത്തുനിന്നും അജിത് പവാർ പക്ഷത്തുനിന്നും അവർ എവിടെയായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ കൂടേക്ക് മടങ്ങി പോകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ. ശരി, പി കൃഷ്ണദാസ്, ഒരുപക്ഷെ സ്വന്തം ജനനം ബയോളജിക്കൽ അല്ല എന്ന് കരുതുന്ന, ദൈവം അയച്ചയാളാണ് എന്ന് സ്വയം കരുതുന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രിയാകും നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ദൈവദത്തമായ കഴിവുകൾ കൊണ്ടെങ്കിലും ഈ മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമിത്ഷായെ എവിടെയും കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അദ്ദേഹം ചിത്രത്തിലില്ല. അദ്ദേഹം മന്ത്രിസഭയിലുണ്ടാകുമോ? അജിംസിന്റെ പ്രയോഗങ്ങളും അജിംസിന്റെ വാദവും നല്ലതാണ്. പക്ഷെ അതിന്റെ സ്ഥലവും അതിന്റെ സാഹചര്യവും തെറ്റിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ പ്രശാന്ത് അടക്കമുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്പെക്കുലേഷനാണ്. ഇങ്ങനെയാവാം, അങ്ങനെയാവാം, മറ്റു രീതിയിലാവാം. അതൊക്കെ നിരീക്ഷണവും മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം നിരീക്ഷിക്കുന്നതാണ്. അതിലൊന്നും തെറ്റില്ല. എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? പാർലമെന്റിനകത്ത് ഏകാധിപത്യം കാണിച്ചു. ഈ രാജ്യത്ത് ഒരേ ഒരു ഏകാധിപതിയെ രാജ്യത്ത് ജനാധിപത്യം കണ്ടിട്ടുള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണ്. 19 മാസക്കാലം ഈ രാജ്യത്തെ ഏകാധിപത്യ ഭരണം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. മറ്റൊന്ന്, പാർലമെന്റിനകത്ത് എല്ലാത്തിനെയും ഇല്ലാതെയാക്കി. പ്രതിപക്ഷത്തിന് കഴിവില്ലാത്തത്, പ്രതിപക്ഷ നേതാവിനെ കിട്ടാത്തത് BJP ആയതുകൊണ്ടാണ്. ഈ തവണ കിട്ടുമല്ലോ. നിങ്ങൾ ജയിച്ചു വന്നാൽ നിങ്ങൾക്ക് 10% MP-മാരുടെ പിന്തുണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ കിട്ടും. ആർക്കാണെങ്കിലും കിട്ടും. ഞങ്ങൾ പ്രതിപക്ഷ നേതാവില്ലായിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റാത്തത്രയും MP-മാരുടെ എണ്ണം കുറവ് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആരെങ്കിലും വേദനിച്ചോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റിനകത്ത് ചാക്ക് കണക്കിന് പണം കൊണ്ടുവന്ന് MP-മാരെ വിലക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിച്ച് പാർലമെന്റിനകത്ത് ഒരു കാലഘട്ടത്തിൽ, നമ്മളെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. നമ്മുടെയൊക്കെ പ്രായം വെച്ചിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ ചാക്കുകെട്ടിൽ പണം കൊണ്ടുവന്ന് പണം ചൊരിഞ്ഞ് MP-മാരെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതല്ലേ. ഏത് രൂപത്തിലായിരുന്നു അന്ന് MP-മാർ വന്നത് പാർലമെന്റിനകത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി? അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ജനാധിപത്യ പ്രക്രിയയിൽ ഇത്രയേറെ രാഷ്ട്രീയപരമായി അധപ്പതിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരുടെ ഭരണകാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ അവരുടെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആണെന്നുള്ളത് പാർലമെന്റിന്റെ ചരിത്രവും രേഖയുമല്ലേ, പാർലമെന്റിലെ വിഷ്വൽസ് അല്ലേ. അപ്പൊ അതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് പാർലമെന്റിനകത്ത് ജനാധിപത്യ മര്യാദയോടുകൂടി പെരുമാറുന്ന BJP-യെയും NDA-യും നിങ്ങൾ ജനാധിപത്യ മര്യാദയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ആശ്വസിക്കാൻ വേണ്ടി എന്ന് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാനതുകൊണ്ടാണ് ഒറ്റ കാര്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാനതുകൊണ്ടാണ് നേരത്തെ തൃശ്ശൂരിലെ കാര്യം സൂചിപ്പിച്ചത്, പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. അവർ തീരുമാനിക്കട്ടെ, ഞങ്ങൾ ആരെങ്കിലും തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ മോദി എങ്ങനെ നയിക്കുമെന്നും ഒരു പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷം എന്ന് ഇന്ത്യ മുന്നണി അവകാശപ്പെടുമ്പോൾ അവരെങ്ങനെ മോദിയെ നേരിടുമെന്നും. വളരെ നന്ദി ശ്രീ പി കൃഷ്ണദാസ്, ശ്രീ VP സജീന്ദ്രൻ, M പ്രശാന്ത് ഇത്രയും സംസാരിച്ച് ഇടവേള.